ഹായ്, ഗുഡ് മോർണിംഗ്. കണ്ട റോസപ്പൂ ഉണ്ടായി നിൽക്കണണ്ട. ഇത് ഒരു ചെറിയ ഇതിൽ നല്ല തിക്കായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതിൽ ഈ റെഡ് കളറ് പൂവുണ്ടായി കഴിഞ്ഞായിട്ടും നല്ലോണം കട ചേർത്ത് വെട്ടി കളയണം. എൻ്റെ കയ്യിൽ കുറേ വർഷം മുന്നേ കുറേ ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് റോസയിൽ നിറയെ പുഴു വരുന്നതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കണ കോമള ചേച്ചിയുടെ വീട് കട്ടപ്പനയാണ്. ആൾ കുറേ റോസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേച്ചി കൊണ്ടുവന്ന റോസാണ്. അതുമ്പോൾ പൂവിട്ടു. അപ്പോൾ പിന്നെ എന്തായാലും വേറെയും വെക്കാമെന്ന് വെച്ചു. ഇതും വേറെ നല്ല റെഡ് കളറിൽ ഉള്ള റോസാണ്. ഇത് നമ്മളിവിടെ സാധാരണ കാണുന്നൊരു റെഡ് റോസ്. പിന്നെ ഇത് മുന്നൊക്കെ കുറേ കണ്ടിരുന്നു. ഇതിപ്പോൾ ചെറിയൊരു പിങ്ക് കളറിലുള്ളത്. ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. അത് ചെട്ടിയിലേക്ക് മാറ്റണത്. റോസ് കുറേ നന്നായിട്ടുണ്ടാവും. പക്ഷേ കുറേ പുഴുക്കൾ വരും. അതുകൊണ്ട് നമുക്കത് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ പൂവടക്കം പുഴുക്കൾ തിന്ന് കഴിയുമ്പോൾ നമുക്കത് വളർത്താനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും ഒന്നും കൂടിയും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം ചാണകവും കപ്പലണ്ടി പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലിട്ടിക്കണം. ഇതാണ് ഞങ്ങളുടെ കോമളം ചേച്ചി. ആളുടെ വീട് കട്ടപ്പനയാണ്. ആൾ കൊണ്ടുവന്നതാണ് ഈ റോസ്.